ശാസ്ത്രജ്ഞരെ അപമാനിച്ച സംഭവത്തിൽ പ്രിയങ്ക വാദ്ര മാപ്പ് പറയണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ. ശാസ്ത്രജ്ഞരെ അപമാനിക്കുന്നത് ഭാരതത്തിന്റെ ഭൗതിക ശേഷിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത്തരം സംഭവങ്ങൾ യുവതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും SJR കുമാർ പ്രതികരിച്ചു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, വളരെ നിർണായകമാണ്. കാരണം നേരത്തെ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അതിനെതിരെ രാഷ്ട്രമെങ്ങും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്, വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ SJR കുമാറിന്റെ വാക്കുകൾ എന്തൊക്കെയാണ്? പ്രേത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതിഷേധമാണ് ഈ ശാസ്ത്രജ്ഞരെ അപമാനിച്ചുകൊണ്ടുള്ള പ്രിയങ്ക വദ്ര MPയുടെ വിവാദ പരാമർശങ്ങളിലുള്ളത്. പ്രമുഖ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ V. കാമകോടിയെ ഗോമൂത്ര വിദഗ്ധൻ എന്ന് വിശേഷിപ്പിച്ചതിലാണ് വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ അടക്കമുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ ആളുകൾ ഇതിൽ ശക്തമായി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രിയങ്ക അപമാനിച്ചത് രാജ്യത്തിന്റെ ഭൗതിക ശേഷിയാണ്. ജനപ്രതിനിധികൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്ന കാര്യം തന്നെയാണ് SJR കുമാർ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയങ്ക യുവതലമുറയ്ക്ക് നൽകിയത് തെറ്റായ സന്ദേശമാണെന്നും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ കൂടിയായ SJR കുമാർ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ്, ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഭാരതത്തിന്റെ ശാസ്ത്രജ്ഞരെ എത്രമാത്രം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണോ, എന്നാൽ അതിൽ നിന്ന് വിപരീതമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ പ്രിയങ്ക വദ്രയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് നിർണായക സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും പരിഹാസ വിഷയമാക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ല, യോജിച്ചതല്ല എന്ന കാര്യം കൂടി SJR അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രൊഫസർ V. കാമകോടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ IIT മദ്രാസ് 1228 പേറ്റന്റുകൾ ഫയൽ ചെയ്യുകയും 859 പേറ്റന്റുകൾക്ക് അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ട്. അത്രയെല്ലാം നേട്ടങ്ങൾ കൈവരിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ഈ രീതിയിൽ അവഹേളിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയങ്കയുടെ പ്രവൃത്തി രാഷ്ട്രീയ പക്വതയില്ലാത്ത പ്രവൃത്തിയാണ് എന്ന കാര്യം കൂടിയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുതന്നെയാണ് SJR കുമാർ അദ്ദേഹവും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പാർലമെന്റിൽ ഉന്നയിക്കുന്ന ഓരോ വാക്കിനും ദൂരവ്യാപക സ്വാധീനമുണ്ട് എന്ന് SJR കുമാർ പറയുന്നു. വിവിധ കോണുകളിൽ നിന്ന് സമൂഹത്തിന്റെ ദേശസ്നേഹികളായ ആളുകളും ദേശീയതയിൽ ഊന്നിയ പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ അവരുടെ പ്രസ്താവനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഈ ഒരു പ്രിയങ്ക വദ്രയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ ഒരു താക്കീത് നൽകിക്കൊണ്ടും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പ്രജിത്ത്. ഓക്കെ, ജിജീഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രിയങ്ക വാദ്രയുടെ ചില പരാമർശങ്ങൾ, പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ രാജ്യമെങ്ങും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും ഉണ്ടാകുന്നത്.